am Chandrika Krishnaswamy, Zonal Advisor for Zone 5, Trivandrum. I am here today to inaugurate the association projects for this year, Hope. Before that, let me congratulate Anchita and team for the wonderful year they had, and also happy that she is continuing as the president along with the secretary this year also. Congrats Anchita, wish you all the best for an eventful year. Now coming to projects, our first project is health and hygiene. Today they are going to clean and help the water tank at the adopted village at Vellarada. This is an ongoing project. In addition to this, they are cleaning the wells in that area and now working on the cost of it. Once finalized, they will proceed on with the work. North Innerville Clubinde sponsored ഭാഗമായി കരിമരം കോളനിയിലെ കിണർ കുടിവെള്ള പദ്ധതി ക്ലീൻ ആക്കുന്നതിന്റെ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നോർത്ത് ഇന്നർവീൽ ക്ലബിലെ എല്ലാ അംഗങ്ങൾക്കും ഇതിന്റെ ഭാഗമായി ഇവിടെയുള്ള എല്ലാവരും ചേർന്ന് നന്ദി പറഞ്ഞു. The second project is orphanage and old age. This is also a continuing project. Help is being given to Dr. Ambedkar Foundation at Attingal. The orphanage deals not only with orphans but autism, mentally retarded children and with aged people. Today they are providing provisions, masks, sanitizers, Dettol and giving monetary help to the institution. നമ്മളുടേത് ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ചാരിറ്റി ഫൗണ്ടേഷൻ ആണ്. ഇവിടെ മെന്റലി ആയിട്ടുള്ള കുട്ടികൾ, ഓട്ടിസം, MR അങ്ങനെയുള്ള കുട്ടികളാണ് ഉള്ളത്. അതുപോലെ തന്നെ അവരുടെ ഓൾഡ് ഏജ് ഹോം ഉണ്ട്. നോർമൽ ആയിട്ടുള്ള അച്ഛനമ്മമാരും ഇവിടെ ഉണ്ട്. കഴിഞ്ഞ വർഷം ഇന്നർവീൽ ക്ലബ് ഓഫ് ട്രിവാൻഡ്രം നോർത്ത് അവരുടെ വർഷാരംഭത്തിൽ നമുക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വർഷവും ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെയാണ് നമുക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്തത്. അതിന് വളരെയധികം സന്തോഷമുണ്ട്. അഞ്ചിതമ്മമാർ എന്നെ വിളിച്ചിട്ട് നമുക്ക് ഈ വർഷം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ വളരെയധികം സന്തോഷം. ഇന്നർവീൽ ക്ലബ് ഓഫ് ട്രിവാൻഡ്രം നോർത്തിന് നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രത്യേക നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. The third project is patriotism. ഞാൻ മേജർ രവി. മനുഷ്യകാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാവരും ചെയ്യാറുണ്ട്, പല വിധത്തിൽ. അത് ഓരോ മനുഷ്യന്റെ ആ ഒരു മനുഷ്യത്വം പുറത്ത് കാണിക്കുന്ന, കഴിവുള്ളവൻ കഴിവില്ലാത്തവനെ തേടിപ്പിടിച്ചുകൊണ്ട് സഹായിക്കുന്ന ഒരു ലോകമാണെന്ന്. അവിടെയാണ് ഒരു പ്രത്യേക രീതിയിൽ ഇന്ന് എനിക്ക് വന്ന ഒരു ഇൻഫർമേഷൻ പ്രകാരം ഇന്നർവീൽ ഓഫ് ട്രിവാൻഡ്രം നോർത്ത് അവരുടെ ഒരു പ്രത്യേക കൺസേൺ അബൌട്ട് പെട്രിയോട്ടിസം എന്നും പറഞ്ഞിട്ട് അതിലവര് നോക്കുന്നത് റിട്ടയർഡ് ആയിട്ടുള്ളവരും വീരമൃത്യു വരിച്ചിട്ടുള്ളവരായിട്ടുള്ള പലപ്പെട്ട ആൾക്കാരുടെയും ഫാമിലീസിന്റെയും എല്ലാം കഷ്ടപ്പാടുകളെ തേടിപ്പിടിച്ച് അന്വേഷിച്ച് അവർക്ക് വേണ്ടതായിട്ടുള്ള സഹായങ്ങൾ ചെയ്യാൻ മുൻകൈ എടുത്തു വരുന്ന ഇന്നർവീൽ ക്ലബ് ഓഫ് നോർത്ത് ട്രിവാൻഡ്രം അവർക്ക് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നാടിനു വേണ്ടി ജീവിച്ചിട്ടും പൊരുതി വീരമൃത്യു വരിച്ചിട്ടുള്ള പട്ടാളക്കാരെയും കുറിച്ച് ഓർക്കുന്ന നിങ്ങൾക്ക് എന്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് ഫോർ റിമെമ്പറിംഗ് ദ സോൾജേഴ്സ് ആൻഡ് കെയറിംഗ് ദം. God bless you all. Jai Hind. Under this, they are honoring one Lieutenant Colonel, Mr. Rajesh, who is in Punjab right now, and he has done yeoman's service to the society and country. We salute you, Sri Rajesh. In addition to that, the club is providing shoes and other items to 3 lady constables of the Medical College Police Station, Trivandrum. നമസ്കാരം. ഇന്നർവീൽ ക്ലബ് ഓഫ് ട്രിവാൻഡ്രം നോർത്തിന്റെ ഇന്റർനാഷണൽ പ്രോജക്റ്റ് ആയ പെട്രിയോട്ടിസം പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇന്നർവീലിലെ മെമ്പേഴ്സ് ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരെ ഓർത്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമാണ്. ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ ഞങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നതെങ്കിലും ഞങ്ങൾ ചെയ്യുന്ന സേവനത്തെക്കുറിച്ചും ഞങ്ങളുടെ കഷ്ടപ്പാടുകളെക്കുറിച്ചും ഇന്നർവീൽ മെമ്പേഴ്സ് ഓർത്തതിൽ ഞാനും എന്റെ ഡിപ്പാർട്ട്മെന്റും ഇന്നർവീൽ മെമ്പേഴ്സിനോട് കടപ്പെട്ടിരിക്കുകയാണ്. ഇന്നർവീൽ മെമ്പറിലെ
ഇന്നർവീൽ മെമ്പറിലെ മാഡമായ അഞ്ജിത മാഡം എന്നോട് പറഞ്ഞിരുന്നു, ഇത് ഞങ്ങൾക്ക് പൊന്നാട അണിയിച്ച് ഞങ്ങളെ സ്വീകരിക്കുന്നതിന് തുല്യമായിട്ട് കാണുന്നതാണ്. അതേ ഗൗരവത്തോടും അതേ ആത്മാർത്ഥതയോടും കൂടി തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത്, ഈ ഒരു അംഗീകാരത്തിനെ കാണുന്നത്. തുടർന്നും നിങ്ങൾ തന്ന ഈ ഒരു അംഗീകാരം തുടർന്നും ഞങ്ങൾക്ക് ഡ്യൂട്ടി ചെയ്യുന്നതിനേക്ക് വേണ്ടിയുള്ള പ്രചോദനമായി ഞാനിത് കണക്കാക്കുന്നു. എല്ലാ ഇന്നർവീലെ മെമ്പേഴ്സിനും എന്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. The fourth project is environment. This club has adopted an area at Tirumala to create a natural forest. The highlight is, along with other trees, they are planting a rare species of olives, which is not familiar with the Indian climate and is successfully being tried here. Hope it yields good results. Hi my dear friends, this is our Innerville forest. You can see this is designed and it is created by our member Anita Jayakumar. It's a part of our environmental project. So it's to be frank, it's very difficult to create a forest in the middle of the city. So let's ask Anita and let her share the experience and how she created this forest for our environmental sake. Anita? Actually, this was created, I planted this tree here 1.5 years ago. It's according to a biologist, Japanese biologist Miyawaki. കുറച്ച് സ്ഥലത്ത് കൂടുതൽ മരങ്ങൾ വളരും, അതാണ് അതിൻ്റെ ഒരു ടെക്നോളജി. അപ്പോൾ ഇപ്പോൾ ഞാൻ 2 സെൻറ്റിലാണ് വച്ചിരിക്കുന്നത്. 2 സെൻറ്റിൽ ഏകദേശം 300ഓളം മരങ്ങൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 1.5 വർഷമായ വളർച്ചയാണ്, അത് നിങ്ങൾക്ക് കാണാം. നോർമലി നമ്മളൊരു 5-6 വർഷം കഴിഞ്ഞാലാണ് ഇത്രയും വളരുന്നത്. അത് ആ വളർച്ച ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ആക്ച്വലി നമ്മുടെ ഈ വർഷത്തെ ഒരു പ്രോജക്റ്റാണ് എൻവയോൺമെൻ്റൽ പ്രോജക്റ്റ്. അപ്പം ഞങ്ങൾ ആലോചിച്ചു എൻവയോൺമെൻറ്റിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്കൊരു 1.5 വർഷമായിട്ട് അറിയാം അനിത ഇങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഞങ്ങളൊക്കെ അതിനോട് ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഇത് ഹാർട്ട് ഓഫ് ദ സിറ്റിയിലുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ കാട് വരണം, ഇപ്പം മരങ്ങൾ ഒരുപാട് വരണം എന്നുള്ള അനിതയുടെയും അനിതയുടെ ഹസ്ബൻഡിൻ്റെയും ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് അവർ തുടങ്ങിയതാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഈ ഒരു പാത പിന്തുടരാം. Because we can follow their techniques and we can follow their ideas because it's very good. And ഇവിടെ ഒരു കുളം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇത് നോക്കുന്ന ഒരാളുടെ ഐഡിയയിൽ ഉണ്ടായതാണ്. ഒരു എന്താണ് വാട്ടർ കൺസർവേഷൻ, അത് നമുക്ക് എങ്ങനെ മഴവെള്ളം സംഭരിച്ച് ചെടികൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു എക്സാമ്പിളാണത്. അതിനെപ്പറ്റി അനിത പറയും കൂടുതൽ ഡീറ്റെയിൽസ്. നിങ്ങൾക്കിപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു വെബ്സൈറ്റ് ഉണ്ട്, ക്രൗഡ് ഫോറസ്റ്റിംഗ്. അതിൽ നോക്കിയാൽ മതി. ഇതിനെക്കുറിച്ചുള്ള മുഴുവൻ ഇൻഫർമേഷൻസും അതിലുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നർവീൽ നോർത്ത് ഇപ്പോൾ ഈ ഫോറസ്റ്റിന് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കുകയും നമ്മളിത് മനസ്സിലെടുക്കുകയും നമ്മുടെ എല്ലാ മെമ്പേഴ്സിനോടും ഇങ്ങനെ ഒരു ഫോറസ്റ്റ് നമ്മുടെ വീടിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ നമുക്കുള്ള സ്പേസിൽ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ വളർത്താൻ വേണ്ടിയിട്ട് we are interested on that and we are working on it. Please be with us and be alert for our environment to be safe. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഒരു ചെടി നട്ട് നമ്മുടെ എൻവയോൺമെൻ്റൽ പ്രോജക്റ്റിൻ്റെ ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വർഷം നമുക്ക് അനിതയുടെ ഈ കാടും ഇതിനോടനുബന്ധിച്ചുള്ള വേറെ ഒരുപാട് കാടുകൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കാം. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ആൻഡ് ലെറ്റ്സ് ഹോപ്പ് ഫോർ എ വെരി ഗുഡ് ഫോറസ്റ്റ് അറൗണ്ട് അസ് ആൻഡ് ലെറ്റ്സ് ഹോപ്പ് ഫോർ എ വെരി ഗുഡ് ഇയർ അഹെഡ്. ഇത് വളരെ അപൂർവമായിട്ട് മാത്രം പിടിച്ചു കിട്ടുന്ന ഒരു ചെടിയാണ് ഒലീവ്. അപ്പോൾ അതിവിടെ വളരുമോ എന്ന് ഞങ്ങൾക്ക് വളരെ സംശയം ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ എൻവയോൺമെൻ്റൽ പ്രോജക്റ്റ് അനൗൺസ് ചെയ്തതിന് ശേഷം നോർത്തിന് വേണ്ടി നമ്മൾ വിത്തിട്ട് പാകി മുളപ്പിച്ചെടുത്ത ഒലീവാണ്. അപ്പോൾ ഇതിന് നമ്മൾ പല സ്ഥലത്തും പ്ലാന്റ് ചെയ്യും, നന്നായി വരും എന്ന് പ്രതീക്ഷിക്കുന്നു. They have identified a few more places for this natural forest. And regarding branding of Innerville, they have masks and vegetable bags printed with Innerville logo and going to distribute
to interview members as well as public.